വയനാട് മാനന്തവാടി മെഡിക്കൽ കോളേജിൽ പ്രസവശേഷം യുവതിയുടെ വയറ്റിൽ നിന്ന് തുണിക്കെട്ട് കണ്ടെത്തിയ സംഭവത്തിൽ വൻ പ്രതിഷേധം. വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കോൺഗ്രസും ബിജെപിയും നടത്തിയ പ്രതിഷേധ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. ഇത് ഇന്നലത്തെ ആദ്യത്തെ ഒരു സംഭവമല്ല. തുടർച്ചയായിട്ട് ഇവിടെ വലിയ രീതിയിലുള്ള വീഴ്ചയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ ശക്തമായ സമരമാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഒരു ബൈസ്റ്റാൻഡർ ഉൾപ്പെടെയുള്ളവരെ ഈ ഗ്രില്ലിനകത്ത് അടച്ചുപൂട്ടിയിരിക്കുകയാണ് കേരളത്തിലെ പോലീസ്. മന്ത്രിസഭയെയും മന്ത്രിയെയും വെള്ളപൂശുന്നതിന് വേണ്ടി നീക്കമാണ് ആഭ്യന്തര വകുപ്പിനെ ഉപയോഗിച്ച് നടത്തുന്നത്. ഇതൊരു തരത്തിലും വെച്ചു പൊറപ്പിക്കില്ല. ഗുരുതരമായ അനാസ്ഥയെ അർഹിക്കുന്ന ഗൗരവത്തിൽ അതിനെ സമരം ഞങ്ങളെ ഏകോപിപ്പിക്കും. വിംസിലേക്കും കോഴിക്കോടേക്കും മടക്കി വിടുന്ന മടക്കൽ കോളേജാണിത്. ബോർഡ് മാത്രമേ ഉള്ളൂ മെഡിക്കൽ കോളേജല്ലേ. ഒരു ചെറിയ പനിയുടെയോ ചുമയുടെയോ മരുന്നല്ലാണ്ട് അതിനപ്പുറത്തേക്ക് ഒരു കാര്യങ്ങളും ഇവിടെ ഇല്ല എന്നുള്ളത് ഇവിടെ ഞങ്ങളാരും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഇവിടെ ഓരോരുത്തരുടെയും അനുഭവമാണത്. ഇത് കാലങ്ങളായിട്ട് സർക്കാരിന്റെ ഒരു അനാസ്ഥയുടെ ഭാഗമായിട്ടാണ് ഈ മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കുന്നത്. ഇവിടെ വരുന്ന രോഗി എത്ര ഗുരുതരാവസ്ഥയിലാണെങ്കിലും അവരെ കോഴിക്കോടേക്ക് റെഫർ ചെയ്യുന്ന ഒരു സംവിധാനമാണുള്ളത്. ഇങ്ങനെ അഥവാ ഇവിടെ വെച്ച് എന്തെങ്കിലും ചികിത്സ കൊടുത്താൽ തന്നെ ഇതുപോലെയുള്ള ചികിത്സാ പിഴവുകളാണ് നടത്തുന്നത്. തുണിക്കെട്ട് മാനന്തവാടി മെഡിക്കൽ കോളേജിൽ നിന്ന് സ്ഥിരീകരിച്ചതായി ചികിത്സാ പിഴവിനിരയായ യുവതി പ്രതികരിച്ചു. ഞാൻ ആശുപത്രിയിൽ നിന്ന് അഡ്മിറ്റായി കിടന്നപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഉള്ളിൽ എന്തോ കിടപ്പുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അവരോട് പറഞ്ഞപ്പോൾ അവർ ഉള്ളു പരിശോധിച്ചപ്പോൾ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് വിട്ടു. വീട്ടിലെത്തിയപ്പോൾ ഒരു 20 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് വേദന ഇതൊക്കെ വന്നപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് വേദന വരുന്നുണ്ട്, സ്മെല്ല് വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആശുപത്രിയിൽ പോയായിരുന്നു. ഡോക്ടറോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു ഇത് ആദ്യമായിട്ട് സംഭവിച്ചതാണ്. അന്നേരം അവർ ഉള്ളു പരിശോധിച്ചപ്പോൾ എടുത്തില്ലേന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഉള്ളു പരിശോധിച്ചപ്പോൾ അവർ പറഞ്ഞു ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടുകയായിരുന്നു ചെയ്തത്. എന്നിട്ട് അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ എന്തുകൊണ്ട് വീണ്ടും സ്മെല്ല് വരുന്നെന്ന് വന്നപ്പോൾ ഒരു 75 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും അത് താഴത്തോട്ട് വന്ന് ഇറങ്ങി തനിയെ. ചികിത്സാ പിഴവിൽ DMOയുടെ നേതൃത്വത്തിൽ അന്വേഷണം തുടങ്ങി. യുവതിയിൽ നിന്നും DMOയുടെ നേതൃത്വത്തിലുള്ള സംഘം വിവരങ്ങൾ തേടിയിട്ടുണ്ട്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന് ചേരുകയാണ്. സുർജിത്ത്, 24 ആണ് ഈ ചികിത്സാ പിഴവ് സംബന്ധിച്ച വാർത്ത പുറം ലോകത്തെ അറിയിക്കുന്നത്. ഇന്ന് വലിയ പ്രതിഷേധം കോൺഗ്രസിന്റെയും BJPയുടെയും ഒക്കെ ഭാഗത്ത് നിന്ന് നമ്മൾ കണ്ടു. ഈ വേദനയുണ്ടായിട്ടും വീണ്ടും ആശുപത്രിയെ സമീപിച്ചിട്ടും ഡോക്ടേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഇടപെടൽ ഉണ്ടായില്ല എന്നതടക്കമുള്ള ഗുരുതര സ്വഭാവത്തിലുള്ള വിമർശനങ്ങളാണ് തുടർന്നും ഈ യുവതി ഉന്നയിച്ചിരിക്കുന്നത്. ഇതിലുള്ള അന്വേഷണം എങ്ങനെയാണ്? DMOയുടെ നേതൃത്വത്തിൽ എന്തൊക്കെ തരത്തിലുള്ള നടപടികൾ ഉണ്ടാവുന്നുണ്ട്? സുർജിത്ത് അയ്യപ്പത്ത്. റിജിത്ത്, SKN പ്രൈം ടൈമിലാണ് ഇന്നലെ ഈ വാർത്ത നമ്മൾ ബ്രേക്ക് ചെയ്യുന്നത്. ഇതേ തുടർന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇന്ന് അണപൊട്ടി ഒഴുകിയത്. വലിയ സമര വേലിയേറ്റത്തിന് തന്നെയാണ് ഇന്ന് മാനന്തവാടി മെഡിക്കൽ കോളേജ് സാക്ഷ്യം വഹിച്ചത്. ഈ വിഷയത്തിൽ പ്രതിഷേധവുമായി ആദ്യ രംഗത്തെത്തിയത് കോൺഗ്രസ് ആണ്. കോൺഗ്രസ് പ്രവർത്തകർ സൂപ്രണ്ടിന്റെ ഓഫീസ് ഉപരോധിക്കുന്ന നടപടിയിലേക്ക് കടന്നു. സൂപ്രണ്ട് ഇതുമായി ബന്ധപ്പെട്ടൊരു വിശദീകരണം നൽകണമെന്നുള്ള ആവശ്യമാണ് കോൺഗ്രസ് ഉന്നയിച്ചത്. ഇത് പിന്നീട് പോലീസുമായുള്ള ഉന്തുതള്ളലിലേക്ക് മാറ്റപ്പെട്ടു. അതിനുശേഷം പ്രവർത്തകരെ പൂർണ്ണമായും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ഇതിനിടെ മാനന്തവാടി മെഡിക്കൽ ഓഫീസിൽ DMOയുടെ ഓഫീസ് അവിടെ ഉപരോധിക്കുന്ന നിലയിലേക്ക് BJP പ്രവർത്തകർ രംഗത്ത് വന്നു. അങ്ങനെ വിവിധ തരത്തിലുള്ള പ്രതിഷേധത്തിലാണ് ഇന്ന് മാനന്തവാടി മെഡിക്കൽ കോളേജ് പരിസരം സാക്ഷ്യം വഹിച്ചത്. തീർത്തും അസാധാരണമായ കേട്ടുകേൾവില്ലാത്തൊരു സംഭവം അത് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.